ഹലോ എവരിവൺ, വെൽക്കം ടു ചിന്നു സ്വീറ്റ്സ് ആൻഡ് സ്പൈസി വേൾഡ്. ഒരുപാട് സന്തോഷമുള്ളൊരു ദിവസമാണ്. ഞാനിവിടെ കടുത്തുരുത്തിയിലാണ് നിൽക്കുന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള, ഏറ്റവും പ്രിയപ്പെട്ട, എന്താ പറയുക, നമ്മൾ പറയുമ്പം മനസ്സിൽ ഒരുപാട് സന്തോഷവും അതുപോലെ ഇന്ന ആളായിരുന്നു എന്ന്, അതെന്താണെന്ന് ഞാനിപ്പോൾ പറയുന്നില്ല. എന്ന് പറയുന്നതിൽ ഒരു അഭിമാനവും കണ്ടെത്തുന്ന ഒരു വ്യക്തിയെ കാണാൻ വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത്. ഒരുപാട് കാലമായിട്ട് വരണം, കാണണം, സംസാരിക്കണം, കുറച്ചു നേരം സമയം സ്പെൻഡ് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചതാണ്. അപ്പം അദ്ദേഹത്തെ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. വേറെ ആരുമല്ല, ഡോക്ടർ ആർ വേണുഗോപാൽ, വേണു സാറ്. ഞാൻ വേണു സാറിനെ കുറിച്ച് പറഞ്ഞാൽ ഒരുപാട് വാചാലയാവും. എൻ്റെ അധ്യാപകനാണ്. ജീവിതത്തിലെ അനുഗ്രഹം എന്ന് പറയുന്നത് അധ്യാപകരുടെ ഒരു ബ്ലെസ്സിങ് ആണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അപ്പം അത്രയും ചേർത്ത് നിർത്തുന്ന, നമുക്ക് സ്വന്തം എന്ന് പറയാവുന്ന ഒരു ഗുരു. അദ്ദേഹത്തിനെ കുറിച്ച് കൂടുതൽ ഞാൻ ഇവിടെ നിന്ന് സംസാരിക്കുന്നില്ല. നമുക്ക് സാറിനെ കാണാം, സാറിനോട് തന്നെ നേരിട്ട് ചോദിച്ച് വിശേഷങ്ങളൊക്കെ അറിയാം. സന്തോഷം, സന്തോഷം. സ്വാഗതം. ഇതാണ് വേണു സാറ്. ഞാൻ വേണു സാറ് എന്നുള്ള പേര് പറയുമ്പോൾ തന്നെ ഒട്ടുമുക്കാൽ പേർക്കും, എന്നെ അറിയാവുന്ന, പ്രത്യേകിച്ച് എൻ്റെ സ്റ്റുഡൻസിനും എന്നെ അറിയാവുന്ന ഒട്ടുമുക്കാൽ പേർക്കും കേട്ടിട്ടുള്ള ഒരു പേരായി, ഒരിക്കലെങ്കിലും എൻ്റെ വായിൽ നിന്ന് കേട്ടിട്ടുള്ള പേരായിരിക്കും വേണു സാറ് എന്നുള്ള പേര്. അപ്പം ഞാൻ ഇതിനു മുമ്പ് ഷൈനി ടീച്ചറിൻ്റെ വീഡിയോ എടുത്തിട്ടപ്പോഴും ഞാൻ പഠിച്ച വിശ്വഭാരതി സ്കൂളിനെ കുറിച്ചും, അപ്പം അവിടെ എൻ്റെ ക്ലാസ് ടീച്ചറായിരുന്നു. അപ്പോൾ വേണു സാറിനെ ഞാൻ ആ വീഡിയോയിലും മെൻഷൻ ചെയ്തിരുന്നു. അപ്പം സാറിനെ നേരിട്ട് ചാനലിൽ ഒന്ന് കാണിക്കാനായിട്ട് പറ്റുന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. അപ്പോൾ സാറിൻ്റെ അടുത്ത് വീഡിയോ ചെയ്യാനായിട്ട് കുറേ ആയിട്ട് വരണം എന്ന് വിചാരിക്കുന്നതാണ്. പക്ഷേ സാർ അത്രയും ഏറെ തിരക്കുള്ള ഒരാളാണ്. അധ്യാപനത്തിൽ മാത്രമല്ല, സാംസ്കാരിക രംഗത്തും വളരെയധികം എന്താ പറയുക, പ്രശോഭിച്ച് നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ്. സാറിനെ കുറിച്ച് പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരുപാട് പറയാനുണ്ട്. വാഗ്മി, ഒറേറ്റർ എന്നുള്ള നിലയിൽ ഭയങ്കര എന്താ പറയുക, കേട്ടിരിക്കാൻ നല്ല രസമുള്ള ഒരുപാട് കാര്യങ്ങൾ പറയുന്നത്. അത് പഠിപ്പിക്കുന്ന കാലത്തെ അങ്ങനെയായിരുന്നു. സാറിന്റെ ക്ലാസ്സുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര രസമായിട്ട്, നമുക്ക് അധ്യാപകൻ എന്നതിൽ ഉപരിയായിട്ട് എന്നെ സംബന്ധിച്ച്, ഞാൻ ഏകദേശം നമ്മൾ 21 വർഷമായിട്ട് എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, പഠിപ്പിച്ചിട്ടുള്ള ഓരോ കുട്ടിയെ സംബന്ധിച്ചും അങ്ങനെ തന്നെയായിരിക്കും. അധ്യാപകൻ എന്നതിലുപരി ഒരു ജ്യേഷ്ഠ സഹോദരനോ ഒരു അച്ഛനോ ഒക്കെ പറയാവുന്ന ഒരു ആത്മബന്ധം സൂക്ഷിക്കുന്ന ഒരാളാണ് സാറ്. അതെനിക്ക് തോന്നുന്നു വിശ്വഭാരതിയിലെ എല്ലാ അധ്യാപകരും തന്നെ അങ്ങനെയാണെന്ന് തോന്നുന്നു. സാറുമായിട്ട് പറയുമ്പോൾ എനിക്ക് എൻ്റെ കുട്ടികൾക്ക്, എൻ്റെ സ്റ്റുഡൻസിന് അറിയാം, ഞാൻ മിക്കവാറും ക്ലാസ്സുകളിൽ പറയുന്ന ഒരു പേരാണ് സാറിന്റെ പേര് എന്ന് പറയുന്നത്, വേണു സാറ്. ഞാൻ അത് ടീച്ചറിന്റെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. ഒരു അധ്യാപകൻ എങ്ങനെ ആവണം എന്ന് പഠിച്ചത് സത്യത്തിൽ ഞാൻ വേണു സാറ്, ഇതുപോലെയുള്ള എൻ്റെ +2 കാലഘട്ടത്തിലെ അധ്യാപകരിൽ നിന്നാണ്. പിന്നെ എന്താ പറയുക, സാറിനോട് തന്നെ സാറിന്റെ വിശേഷങ്ങൾ കൂടുതൽ ചോദിച്ചറിയാം. എന്താ സംസ്കൃതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു എന്നതിനപ്പുറത്തേക്ക് മറ്റു പല മേഖലകളിലും, ആസ് എ ന്യൂസ് റീഡർ, അങ്ങനെ പല മേഖലകളിലും സാറിൻ്റെതായിട്ടുള്ള ബുക്കുകളുണ്ട്. അപ്പം അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് സാറിനോട് തന്നെ ചോദിച്ചറിയാം. സാറിന്റെ അടുത്ത് വന്നതിൽ, സാറിന്റെ കൂടെ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കാൻ കഴിയുന്നതിൽ ഒരുപാട് സന്തോഷം. എനിക്കും സന്തോഷം. അതെ സാർ, ഇപ്പം സാറിന്റെ ഇപ്പം ഈ മാർച്ച് 31 റിട്ടയർ ആയി. മെയ് 31 അല്ലേ? സ്കൂൾ ഇയർ വെച്ചിട്ട് മെയ് 31 ഞാൻ യഥാർത്ഥത്തിൽ റിട്ടയർ ആവുന്നത്. അപ്പം സാറിന്റെ റിട്ടയർമെന്റ് ലൈഫ്, അതിനു മുമ്പേ ഒരു സെക്കൻഡ് പോലും നിൽക്കാൻ സമയമില്ലാത്ത തിരക്കില് ഓടിക്കൊണ്ടിരുന്ന ഒരു ആളാണ് എന്ന് നമുക്കറിയാം. സാറിന്റെ റിട്ടയർമെന്റ് ലൈഫിനെ കുറിച്ചൊന്ന് പറയാമോ? എന്നെ സംബന്ധിച്ച് ആദ്യം ഇങ്ങനെ ഒരു വീഡിയോയിൽ എൻ്റെ സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞാൽ പോരാ, എൻ്റെ കുട്ടികളെല്ലാം എൻ്റെ മക്കളാണ്. ഞാൻ എല്ലാ ബാച്ചിലെയും എൻ്റെ കുട്ടികളോട് പറയാറുള്ള ഒരു കാര്യമാണ്, എനിക്ക് ഇതൊരു അധ്യാപക വിദ്യാർത്ഥി ബന്ധത്തിനപ്പുറം എൻ്റെ മക്കളായിട്ടാണ് ഞാൻ കണക്കാക്കിയിട്ടുള്ളത് എല്ലാവരെയും. അപ്പോൾ അതിൽ ആദ്യ കാലഘട്ടത്തിൽ ഒരു അധ്യാപകൻ ക്ലാസ് മുറികളിലാണ് രൂപപ്പെടുന്നത്. അപ്പോൾ ഞാൻ ഒരു കേന്ദ്ര ഗവൺമെൻറ് സ്ഥാപനത്തിൽ നിന്ന് ജോലി ഉപേക്ഷിച്ചിട്ടാണ് എൻ്റെ PhD കിട്ടിയതിന് ശേഷം ഈ ഗാന്ധിയൻ സ്റ്റഡീസ് അധ്യാപകനായി വിശ്വഭാരതിയിലേക്ക് വരുന്നത്. അപ്പോൾ ആ സ്ഥാപനം എന്ന് പറയുന്നത് തന്നെ വളരെ ഐശ്വര്യമുള്ള, കാരണം അതിൻ്റെ പേരിൽ തന്നെ വിശ്വഭാരതി എന്നതും ശ്രീനാരായണ എന്നുള്ളത്, അപ്പോൾ 2 ശ്രീനാരായണ ഗുരുദേവൻ്റെ പേര്, അതുപോലെ തന്നെ ടാഗോറിൻ്റെ വിശ്വഭാരതി എന്ന സർവകലാശാല. അപ്പോൾ ഇതിനപ്പുറത്ത് ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിന് ഇതിലും മഹത്വമുള്ള മറ്റൊരു പേര് കിട്ടാനില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് നമ്മളൊരു അധ്യാപകനാവുമ്പോൾ അതിനു മുമ്പ് അധ്യാപന പരിചയമില്ല. PhD കാലഘട്ടത്തിലെ റിസർച്ച് കുറച്ച് പരിചയമുണ്ട് എന്നുള്ളതേ ഉള്ളൂ.
പിന്നെ അധ്യാപകനാവാനുള്ള ഒരു BEd യോഗ്യത എനിക്കില്ല. പക്ഷേ ഞാൻ UGC ലെക്ചർഷിപ്പ് പാസ്സായിട്ടുള്ള ആളാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ജോലിക്ക് അധ്യാപകനാവുകയും, അധ്യാപനം എന്ന് പറയുന്നത് ഒരു ജോലിയായി ഞാൻ കണക്കാക്കിയിട്ടില്ല. അധ്യാപനം മറ്റു ജോലികൾ പോലല്ല. അതുകൊണ്ടാണ് നമുക്ക് പത്രത്തിൽ കാണാൻ പറ്റുമല്ലോ, സർക്കാർ ജീവനക്കാരും അധ്യാപകരും എന്ന് പ്രത്യേകമാണ് പറയുക. അപ്പോൾ അധ്യാപകൻ എന്ന് പറയുന്നത് മറ്റൊരു തലത്തിലാണ് സമൂഹം നോക്കിക്കാണുന്നത്, ഭാരതം നോക്കിക്കാണുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ അങ്ങനെ അധ്യാപകനാവുകയും ഒരു 3-4 വർഷങ്ങൾ കൊണ്ടാണ് യഥാർത്ഥത്തിൽ ഞാനൊരു അധ്യാപകൻ രൂപപ്പെടുന്നത്. അപ്പോൾ എൻ്റെ ഒരു രൂപപ്പെടലിൻ്റെ ആദ്യ ഇരകളിൽ പെടുന്ന ആളുകളാണ് രാധിജയൊക്കെ. നമ്മളൊരു പരുവപ്പെടുക, പാകപ്പെടുക എന്ന് പറയും. പക്ഷെ ഒരിക്കലും ഞങ്ങൾക്ക് പരുവപ്പെടുന്നതോ പാകപ്പെടുന്നതോ ആയിട്ട് തോന്നിയിട്ടില്ല. അത്രയും നല്ലൊരു, എന്താ പറയുക, നമുക്കൊരു ഭയങ്കര ഹോംലി ആയിട്ടുള്ള ഒരു അപ്രോച്ചുള്ള ഒരാളായിരുന്നു സാറ്. അതിന് കാരണമുണ്ട്. ഞാൻ ഇഷ്ടപ്പെടുന്ന കുറച്ച് അധ്യാപകരുണ്ട്. ഇപ്പോൾ രാധിജ എൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ എൻ്റെ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് അധ്യാപകരുണ്ട്. അപ്പോൾ അത് ഞാൻ തലയോർപ്പറമ്പ് ദേവസ്വം ബോർഡ് കോളേജിലാണ് പഠിച്ചത്. അവിടെ എനിക്ക് അങ്ങനെയുള്ള അധ്യാപകരുണ്ടായിരുന്നു. ഞാൻ യൂണിവേഴ്സിറ്റിയിൽ ക്യാമ്പസിൽ ചെന്നപ്പോൾ അവിടെ എനിക്ക് അങ്ങനെയുള്ള അധ്യാപകരുണ്ടായിരുന്നു. ഇപ്പോൾ MB മന്മഥൻ സാറിൻ്റെ ഒരു ശിഷ്യനായിരിക്കുക, സുകുമാർ അഴീക്കോട് സാറിൻ്റെ ശിഷ്യനാവുക എന്നൊക്കെ പറയുന്നത്, അതുപോലെ അനന്തമൂർത്തി സാറുമായി നമുക്ക് അടുപ്പമുണ്ടാവുക, അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയിലെ വൈസ് ചാൻസലർമാരായിരുന്ന സുകുമാരൻ നായർ സാറ്, രാജശേഖരപിള്ള സാറ്, അങ്ങനെ ഇപ്പോൾ നമ്മുടെ കഴിഞ്ഞ ഡോക്ടർ സാബു തോമസ് സാറ്, ധാരാളം അധ്യാപകർ, പ്രഗത്ഭരായ അധ്യാപകർ, നരേന്ദ്രപ്രസാദ് സാറ്. അപ്പോൾ ഇങ്ങനെ ധാരാളം ഗുരുക്കന്മാർ യഥാർത്ഥത്തിൽ അങ്ങനെയുള്ള ഒരു ക്യാമ്പസിനകത്തേക്ക് നമ്മൾ ചെന്ന് പെട്ടപ്പോൾ റോൾ മോഡൽസ് ആക്കാവുന്ന കുറേ അധ്യാപകരെ നമുക്ക് കിട്ടിയത്. അപ്പോൾ ഞാൻ അധ്യാപകനായപ്പോൾ എൻ്റെ ആ ഒരു ഗുരുവിനെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് എങ്ങനെയാണ് എന്നിൽ സന്നിവേശിപ്പിക്കാൻ പറ്റുക എന്നുള്ളത് ഞാൻ നോക്കുകയും, അപ്പോൾ എൻ്റെ ഒരു നിർബന്ധ ബുദ്ധിയായിരുന്നു, ഞാൻ ചെല്ലുന്നത് ഇഷ്ടപ്പെടണം കുട്ടികൾ. ഒരു അധ്യാപകനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവൻ്റെ കുട്ടികൾ അവൻ്റെ ക്ലാസ് ഇഷ്ടപ്പെടുകയും അവൻ്റെ സാമീപ്യം ഇഷ്ടപ്പെടുകയും അവൻ്റെ വാക്കുകൾ ഇഷ്ടപ്പെടുകയും ചെയ്യുക. അപ്പോൾ അത് മറ്റൊന്നും നേടിയിട്ട് നമുക്ക് കാര്യമില്ല. പലരും പറയും റിസൾട്ടാണ് വലിയ കാര്യം, A+ എത്ര കിട്ടുന്നതാണ് കാര്യം എന്നൊക്കെ പറയുമ്പോൾ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, എന്നെ മനസ്സിലാക്കി എന്നെ തിരിച്ചറിയാൻ പറ്റുന്ന ഒരു വിദ്യാർത്ഥി സമൂഹത്തെ സൃഷ്ടിക്കുക എന്നുള്ളതാണ്. മനുഷ്യൻ നന്നായാൽ ബാക്കിയെല്ലാം മതി. ചട്ടമ്പിസ്വാമികൾ പറയുന്നുണ്ട്, ആദ്യം നീ മനുഷ്യനാവും, പിന്നെ ബാക്കിയെല്ലാം പിന്നെ ആവാം എന്നാണ്. ശ്രീനാരായണ ഗുരുദേവനും അത് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ എൻ്റെ വിശ്വഭാരതിയിലെ കുട്ടികൾ എന്നൊക്കെ പറഞ്ഞാൽ, ഇപ്പോൾ രാധിജ അടക്കമുള്ള കുട്ടികൾ എന്ന് പറഞ്ഞാൽ വളരെ സാധാരണക്കാരായ കുട്ടികളാണ്. ഈ വലിയ കാപട്യങ്ങളൊന്നും ഇല്ലാതെ ഗ്രാമീണമായ ഒരു അന്തരീക്ഷത്തിൽ കുടുംബ ബന്ധങ്ങൾക്ക് വലിയ പ്രാധാന്യം കൊടുത്തുകൊണ്ട് അച്ഛൻ്റെയും അമ്മയുടെയും ഒരു വെളിപ്പുറത്തുള്ള ഒരു ലോകത്ത്, ഇന്നത്തെ ഒരു വിദ്യാർത്ഥി സമൂഹത്തെക്കുറിച്ചല്ല ഞാൻ പറയുക, 2010 വരെയുള്ള ഒരു കാലഘട്ടത്തിൽ. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളാണ്. അവരെ സംബന്ധിച്ച് അവരുടെ വ്യക്തിപരമായിട്ടുള്ള ഇല്ലായികകളും വല്ലായികകളും ദുഃഖങ്ങളും അതൊക്കെ മറന്നിട്ട് അവർ ഒരു സന്തോഷം അനുഭവിക്കുന്നത് ഈ കലാലയങ്ങളിൽ വന്നിട്ട്. അപ്പോൾ അധ്യാപകർക്കൊരു വലിയ റോൾ അവിടെയുണ്ട്, അവരോട് ചേർന്ന് നിൽക്കാൻ. അപ്പോൾ അത്തരത്തിലാണ് ഞാൻ ആ രൂപപ്പെടൽ നടത്തിയിട്ടുള്ളത്. അത് ഭാഗ്യവശാൽ എൻ്റെ അധ്യാപകരുടെ ഒരു അനുഗ്രഹം കൊണ്ട്, എൻ്റെ മാതാപിതാക്കളുടെ, എൻ്റെ ഗുരുജനങ്ങളുടെയൊക്കെ അനുഗ്രഹം കൊണ്ട്, ഈശ്വരാധീനം കൊണ്ട് ഈ 24 വർഷം ഇപ്പോൾ രാധിജ പറഞ്ഞതുപോലെ എല്ലാവർക്കും എൻ്റെ പേര് പറയുമ്പോൾ അല്ലെങ്കിൽ എന്നെ ഓർക്കുമ്പോൾ ഒരു സന്തോഷവും ഇഷ്ടവും തോന്നുന്നു എന്ന് പറയുന്നത് വ്യക്തിപരമായി എൻ്റെ ഒരു കഴിവല്ല, ഈ നാടിൻ്റെ ഒരു കഴിവാണ്. കാരണം ഈ നാടിൻ്റെ സംസ്കൃതി ആയിരക്കണക്കിന് അങ്ങനെയുള്ള ഗുരുക്കന്മാരെ നമ്മുടെ മുമ്പിൽ വെച്ച് തന്നിട്ടുണ്ട്. അപ്പോൾ ഗുരു ആരാണ്? അധ്യാപകൻ എന്ന് പറയുന്നതിനൊക്കെ അപ്പുറത്ത് വളരെ വളർന്ന ആളാണ് ഗുരു എന്ന്. അങ്ങനെ ആയിരക്കണക്കിന് ഗുരുക്കന്മാരെ ഈ നാട് ലോകത്തിന് സംഭാവന ചെയ്തിട്ടുണ്ട്. അപ്പോൾ രക്ഷിതാക്കളെക്കാൾ ഗുരുക്കന്മാർക്കാണ് കുട്ടികളിൽ അധികാരം എന്ന് നമ്മുടെ പുരാണങ്ങളും ഇതിഹാസങ്ങളൊക്കെ നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. അപ്പോൾ താടകാ നിഗ്രഹത്തിനായിട്ട് രാമലക്ഷ്മണന്മാരെ, ബാലകന്മാരായിട്ടുള്ള ആളുകളെ ഗുരുക്കന്മാർ വന്ന് ദശരഥനിൽ നിന്ന് വിളിച്ചുകൊണ്ട് പോവുകയാണ്. ദശരഥൻ അപേക്ഷിക്കുന്നുണ്ട്, ബാലകരല്ലേ ഇവരെ കൊണ്ടുപോയാൽ എങ്ങനെ? കാരണം അദ്ദേഹത്തിന് ഈ കുട്ടികളെ ലാളിച്ച് മതിയായിട്ടില്ല. പക്ഷെ ഗുരു വന്ന് നിർബന്ധപൂർവം കൊണ്ടുപോവുകയാണ് കാട്ടിലേക്ക്. അപ്പോൾ ആ ഗുരുവിന്, അധ്യാപകർക്ക് കുട്ടികളിലുള്ള ഒരു അധികാരം എന്ന് പറയുന്നത് ഈ നാട് ലോകത്തിന് കാണിച്ചു കൊടുക്കും. അപ്പോൾ നമ്മുടെ വ്യക്തിപരമായ ഒരു കഴിവോ ഒരു സംഭാവനയോ അല്ല, ഈ നാടിൻ്റെ DNA അതാണ്, ഭാരതത്തിൻ്റെ DNA അതാണ്. ഇവിടെ അതുകൊണ്ടാണ് പൂന്താനം പറഞ്ഞത്, ഒരു പുല്ലായിട്ടാണെങ്കിലും ഇവിടെ ജനിക്കുകയാണ് വലിയ കാര്യം എന്ന് പറഞ്ഞത്. അതല്ലേ സ്വാമി വിവേകാനന്ദൻ പോയിട്ട് ഒറ്റ അഭിസംബോധന കൊണ്ട് ലോകത്തെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് ഇല്ലേ? എൻ്റെ
അമേരിക്കയിലെ എൻ്റെ സഹോദരി സഹോദരന്മാരെ എന്ന് പറയുമ്പോൾ നമുക്കതിലൊരു പുതുമയുമില്ല. പക്ഷേ അവിടുത്തെ ചിക്കാഗോയിലെ ആളുകൾ, അമേരിക്കയിലെ ആളുകൾ അത്ഭുതപ്പെട്ടു വന്നു. കാരണം അവർ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ എന്ന് കേട്ടിട്ടുണ്ട്. അധ്യാപകൻ ആരാവണം എന്നുള്ളതിനെ കുറിച്ച് എൻ്റെ വിദ്യാർത്ഥികളാണ് എന്നെ രൂപപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഓരോ പീരീഡും എന്നെ സംബന്ധിച്ച് രൂപപ്പെടൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് എൻ്റെ ഈ റിട്ടയർ ചെയ്യുന്നതിൻ്റെ ലാസ്റ്റ് ക്ലാസ് വരെ ആ രൂപപ്പെടൽ ഒരു ഗിവ് ആൻഡ് ടേക്ക് ആണ്. അപ്പോൾ അതുകൊണ്ട് അധ്യാപനം ഒരു തൊഴിലായി ഞാൻ സ്വീകരിച്ചതല്ല, അതെൻ്റെ ഒരു പാഷനാണ് എന്നുള്ളതേ ഉള്ളൂ. പിന്നെ റിട്ടയർമെന്റ് എന്ന് പറയുന്നത്, അധ്യാപകന് റിട്ടയർമെന്റ് ഇല്ല. മറ്റെല്ലാ തൊഴിലിനും ഒരു റിട്ടയർമെന്റ് ഉണ്ട്. അധ്യാപകനെ സംബന്ധിച്ച് അവൻ 24 മണിക്കൂർ അവൻ്റെ ആ മേഖലയിൽ നിൽക്കുന്നവനാണ്. അതുകൊണ്ട് സ്കൂൾ അന്തരീക്ഷം എന്നുള്ളത് നഷ്ടപ്പെടുന്നു എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ കേരളം മുഴുവൻ, ലോകം മുഴുവൻ നിരവധി വിദ്യാലയങ്ങളും കലാലയങ്ങളും ഒക്കെയാണ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് അവിടങ്ങളിലെല്ലാം ധാരാളം ക്ലാസ്സുകൾ എടുക്കാനായിട്ട് പോകുന്നുണ്ട്. കോളേജുകളിൽ പോകുന്നുണ്ട്, യൂണിവേഴ്സിറ്റികളിൽ പോകുന്നുണ്ട്. അതുപോലെ സാംസ്കാരിക സംഘടനകളുടെ ഒത്തുചേരലുകളിൽ പോകുന്നുണ്ട്. അപ്പോൾ സമൂഹത്തിലെ എല്ലാ വിഭാഗം ആളുകളുമായി എപ്പോഴും സക്രിയമായി ഇടപെടാനും സംവദിക്കാനുമുള്ള ഒരു ഭാഗ്യം നമുക്ക് കിട്ടുന്നുണ്ട്. അതൊരു വലിയ കാര്യമാണ്. അതുകൊണ്ട് റിട്ടയർമെന്റ് ഇല്ല. മുതിർന്ന ആളുകളുമായി ധാരാളം സംവദിക്കുന്നുണ്ട്. ഇപ്പോൾ ഭാഗവത സത്രം പോലെയുള്ള വേദികളിൽ മുതിർന്ന ആളുകളാണ് ധാരാളം ഉള്ളത്. അപ്പോൾ അവരെ സംബന്ധിച്ച് അങ്ങനെയുള്ള ഒരു വേദിയിൽ, അതുപോലെ തന്നെ സാംസ്കാരിക സാമുദായിക സംഘടനകളുടെ വേദികളിൽ കുട്ടികളുമായി സംവദിക്കാൻ, അമ്മമാരുമായി സംവദിക്കാൻ, രക്ഷകർത്താക്കൾ എന്നൊരു വിഭാഗവുമായി സംവദിക്കാൻ ഒക്കെ ധാരാളം അങ്ങനെയുള്ള ഒരു സാഹചര്യങ്ങൾ വരുന്നത് കൊണ്ട് തന്നെ ഒരു റിട്ടയർമെന്റ് എന്ന് പറയുന്നത് നമുക്കില്ല. ഞങ്ങൾ 2000 ആ കാലഘട്ടത്തിലെ കുട്ടികൾ, സ്റ്റുഡൻസ് എന്നുള്ള രീതിയിലും സാറ് റിട്ടയർ ആവുന്ന സമയത്തുള്ള ആ ഒരു കുട്ടികളുമായിട്ടൊന്ന് അവരുടെ ഒരു രീതിയെക്കുറിച്ചും പിന്നെ വിദ്യാഭ്യാസ രീതിയെക്കുറിച്ചും ഒക്കെ ഇന്നത്തെ ഒരു കാലഘട്ടം വെച്ചിട്ട് സാർ ഒന്ന് പറയാമോ? സാഹചര്യങ്ങൾക്ക് വലിയ മാറ്റം ഉണ്ടായിട്ടില്ല. പക്ഷേ സമൂഹത്തിൽ ഇത്തരത്തിലുള്ള ഹിംസയുടെ ഒരു വ്യാപനം ഉണ്ടായിട്ടുണ്ട്. അത് അധ്യാപക വിദ്യാർത്ഥി ബന്ധത്തിലും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇന്ന് രാധിജ 21 വർഷം കഴിഞ്ഞ് എൻ്റെ അടുത്ത് വരുമ്പോൾ എനിക്കും രാധിജയ്ക്കും അന്നത്തെ അതേ സ്നേഹവും അതേ അടുപ്പവുമാണ്. മാത്രമല്ല, എനിക്ക് തോന്നുന്നു ഇപ്പൊ സാറിന്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ ഞാൻ ഇവിടെ ഇരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. എനിക്കങ്ങ് ഇരിക്കാനൊരു ഭയങ്കര ഒരു ബുദ്ധിമുട്ട്. നമുക്കൊരു അധ്യാപകർ എന്ന് പറയുമ്പോൾ നമുക്കൊരു ഭയങ്കര ഒരു ഭയമല്ല. ഭയം എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന ഭയമല്ല. നമുക്ക് അവരുടെ മുമ്പിൽ ചെന്ന് ഇരിക്കുക അല്ലെങ്കിൽ അവരോട് സംസാരിക്കുക എന്നൊക്കെ പറയുമ്പോൾ ഒരു നമ്മൾ ആ റെസ്പെക്ട് എപ്പോഴും നമ്മുടെ മനസ്സിൽ നിൽക്കും. പക്ഷെ ഇന്നത്തെ സമൂഹത്തിൽ അതൊരു അങ്ങനെ ഇല്ല, അതൊരു കുറവാണ്. അത് ഒരു കാഴ്ചപ്പാടിന്റെ വ്യത്യാസത്തിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. പിന്നെ വീടിന്റെ അന്തരീക്ഷങ്ങൾ വല്ലാതെ ഒരു വോളട്ടൈലായിട്ടുണ്ട്. ഈ കുട്ടികളുടെയൊക്കെ വീടുകൾ എന്ന് പറയുന്നത് നല്ലൊരു ശതമാനം ബ്രോക്കൺ ഫാമിലി ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഒരു ഈശ്വര വിശ്വാസത്തിൻ്റെയൊക്കെ ഒരു കുറവ് ഒക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ഈ ലഹരിയുടെ വല്ലാതെയുള്ള ഉപയോഗം, പിന്നെ ഈ കടം മേടിച്ചിട്ട് കാര്യങ്ങൾ കൂടുതൽ കാണുക. കടം കൊള്ളുക എന്ന് പറയുന്നത് ഒരു പ്രതിസന്ധി ഉണ്ടാക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ആർഭാടം, ഈ കൺസ്യൂമറിസം എന്നൊക്കെ പറയുന്നത് ഒരു പ്രശ്നം. അപ്പോൾ കുട്ടികൾക്ക് ഈ മാതൃകകൾ കൊടുക്കാൻ, അവരെ ഈ നല്ല കഥകൾ പറഞ്ഞു കേൾപ്പിക്കാൻ, ഈ കരുണയുടെ കഥകൾ പറഞ്ഞു കേൾപ്പിക്കാൻ, സ്നേഹത്തിൻ്റെ കഥകൾ പറഞ്ഞു കേൾപ്പിക്കാൻ, വിട്ടുവീഴ്ചയുടെ സൗന്ദര്യം എന്താണ് എന്ന് പറഞ്ഞു കൊടുക്കാൻ, എല്ലാവരും ഒന്നാണ് എന്നുള്ളത് ബോധ്യപ്പെടുത്താൻ. മനുഷ്യർ മാത്രമല്ല, ഇപ്പോൾ ഒരു ജീവി എക്സ്റ്റിൻ്റ് ആയാൽ നമ്മളില്ലാണ്ടാവും. പരാഗണം നടത്തുന്ന ചെറിയ ഈച്ച ഇല്ലാതായാൽ ഭക്ഷണമില്ല, ക്ഷാമമായി പട്ടിണിയായി ഇല്ലാതാവും. അപ്പം ഞാനും മരവും ഒന്ന്, ഞാനും പ്രകൃതിയും ഒന്ന്, ഞാനും ജലവും ഒന്ന്, ഞാനും ആകാശവും ഒന്ന് എന്നുള്ള ഒരു ഭാരതത്തിൻ്റെ സംസ്കൃതിയുടെ അടിസ്ഥാന തത്വം, അത് തിരിച്ചറിഞ്ഞാൽ വിനയവും ത്യാഗ മനോഭാവവും മൂല്യബോധവും ഒക്കെ ഉള്ളിലുണ്ടാകും. അപ്പോൾ മൂല്യങ്ങൾ നിറയ്ക്കുന്ന ഒരു വിദ്യാഭ്യാസ പദ്ധതിയിലേക്ക് നമുക്ക് മാറേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. മാർക്ക് കിട്ടുക, ജോലി നേടുക എന്നുള്ളതല്ല വിദ്യാഭ്യാസം. വിദ്യാഭ്യാസം എന്നുള്ളത് ഇറ്റ്സ് മാൻ മേക്കിംഗ്, ക്യാരക്ടർ മേക്കിംഗ് എന്നുള്ളതാണ്, ലൈഫ് മേക്കിംഗ്. എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് അങ്ങനെയാണ് നമ്മുടെ ഭാരതം സ്വാമി വിവേകാനന്ദൻ ഡിഫൈൻ ചെയ്തത്. ഇറ്റ്സ് ദ മാനിഫെസ്റ്റേഷൻ ഓഫ് പെർഫെക്ഷൻ ഓൾറെഡി ഇൻ മാൻ എന്നാണ്. മനുഷ്യൻ്റെ ഉള്ളിലുള്ള ഉത്തമാംശങ്ങളുടെ ഒരു വിൻഡിക്കേഷനാണ്, അത് അവനെ ബോധ്യപ്പെടുത്തലാണ്. അപ്പോൾ അത് ഇന്നത്തെ കാലഘട്ടത്തിൽ ഉണ്ടാവുന്നുണ്ടോ? അധ്യാപകനും അല്ലാതെ മാറിപ്പോയിരിക്കുന്നു. അധ്യാപകനും റിസൾട്ട് ഓറിയൻറ്റഡ്, അവൻ്റെ പ്രവർത്തനങ്ങളും എല്ലാം അങ്ങനെയാണ്. അപ്പോൾ എന്നോട് കുട്ടികൾ പറയാറുണ്ട്, സാറേ ക്ലാസ്സിൽ വന്നിട്ട് ചിരിക്കില്ല, ഒരു വൺ വേ ആണ് എന്ന് പറഞ്ഞു, ഒരു ഡയലോഗ് ഇല്ല എന്നോട്. അപ്പോൾ ഭാരതം ഒന്ന് ആലോചിച്ച് നോക്കൂ, രാധിജ ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മുടെ എപ്പിക്കുകളെല്ലാം കോൺവെർസേഷൻ മോഡാണ്. ഗാന്ധിജി ആദ്യം എഴുതിയ പുസ്തകവും കോൺവെർസേഷൻ മോഡാണ്, ഒരു ഡയലോഗാണ്.
അങ്ങനെയാണ് നമ്മുടെ ഇതിഹാസങ്ങളെല്ലാം രചിക്കപ്പെട്ടിട്ടുള്ളത്. അന്ന് ചോദ്യങ്ങൾ ചോദിച്ചു കൊണ്ടിരുന്നത് വിദ്യാർത്ഥിയാണ്. ഭഗവാനോട്, ലോകം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ കൗൺസിലറായ കൃഷ്ണനോട് ചോദ്യങ്ങൾ ചോദിച്ചത് അർജുനനാണ്. അപ്പോൾ സംശയം ചോദിക്കാനുള്ള സ്വാതന്ത്ര്യം ഭാരതത്തിനുണ്ടായിരുന്നു. ഇന്ന് അധ്യാപകനാണ് ചോദ്യം ചോദിക്കുന്നത്, വിദ്യാർത്ഥി ഉത്തരം പറയേണ്ടത്. അധ്യാപകനാണ് യഥാർത്ഥത്തിൽ ഉത്തരം പറയേണ്ടത്. അപ്പോൾ അവിടെ അങ്ങനെയുള്ള ചില ഈ റിസൾട്ടിനോടും അല്ലാതെ അതൊക്കെ എന്താണ്, സ്കൂളുകൾ തമ്മിൽ മത്സരിക്കുക, അധ്യാപകർ തമ്മിൽ മത്സരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഈ കുട്ടി ഒരു വിക്ടിമൈസ് ചെയ്യപ്പെടുന്നുണ്ടോ എന്നുള്ളത് എനിക്കൊരു സംശയമുണ്ട്. അതുകൊണ്ട് ഈ മൂല്യബോധം നഷ്ടമാവുന്നു, തീർച്ചയായും കുട്ടിത്തം നഷ്ടമാകുന്നു. ഈ മനുഷ്യനാവാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് എനിക്കൊരു സംശയമുണ്ട്, എൻ്റെ ഒരു സങ്കടവുമാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ കുട്ടികളെ മനുഷ്യനാക്കുക. രക്ഷകർത്താക്കൾക്കൊരു ദുഃഖമുണ്ടായാൽ, ഇപ്പോൾ എൻ്റെ ക്ലാസ്സിലിരുന്ന കുട്ടികളോട് ഞാൻ കൊടുത്ത ഏറ്റവും വലിയ മെസ്സേജ് അതായിരുന്നു, അച്ഛനും അമ്മയ്ക്കും ഒരു സങ്കടം ഉണ്ടായാൽ ആ സങ്കടം അവർക്ക് ഇല്ലാതാക്കാൻ, ചേർത്ത് പിടിക്കാൻ നിങ്ങൾക്ക് പറ്റിയാൽ വേറെ ഒന്നുമില്ലെങ്കിലും നിങ്ങളുടെ വിദ്യാഭ്യാസം സഫലമായി. ഉപജീവനമൊക്കെ നമുക്ക് ഏത് മേഖലയിലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പക്ഷേ ഈ മനുഷ്യ ഗുണം എന്ന് പറയുന്നത് അത് നമുക്ക് കടയിൽ കിട്ടില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു അതാണ് കൈമോശം വന്നിട്ടുള്ളത്. വിദ്യാഭ്യാസത്തിലേക്ക് മൂല്യത്തെ നമുക്ക് കൊണ്ടുവരേണ്ടതുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പൊ ഇവിടെ ഇരുന്നപ്പം സാറിന്റെ 2 ബുക്കുകൾ കാണുകയുണ്ടായി, സംസ്കൃതിയുടെ സുഭാഷിതങ്ങൾ. ആ പേരെപ്പോഴും ഞങ്ങൾക്ക് സുപരിചിതമാണ്. സാറ് എന്നും രാവിലെ സാറിന്റെ ഒരു മെസ്സേജ് വന്നില്ലെങ്കിൽ അന്നത്തെ ദിവസം പോയി എന്ന് വിചാരിക്കുന്ന ആളുകളാണ് ഞങ്ങളൊക്കെ. കാരണം സംസ്കൃതിയുടെ സുഭാഷിതങ്ങൾ എന്ന് പറഞ്ഞ് ഓരോ ടോപ്പിക്കിനെ കുറിച്ച് ഒരു പാരഗ്രാഫ് റൈറ്റപ്പും, പിന്നെ സാറിന് ഒരു ചാനലുണ്ടല്ലേ, അത് എന്താണ്, ഭാരതീയ സംസ്കൃതി എന്ന് പറയുന്നത്. അപ്പൊ ആ ചാനലിന്റെ ഒരു ലിങ്കുമായിട്ട് രാവിലെ ഒരു മെസ്സേജ് ഉണ്ട്. ആ ഒരു മെസ്സേജ് വായിച്ചാൽ നമുക്ക് എത്ര ഡൗൺ ആയിട്ടിരിക്കുകയാണെങ്കിലും ഒരു മോട്ടിവേഷൻ എപ്പോഴും കിട്ടാറുണ്ട്. അതുപോലെ തന്നെ വിചാര ലഹരി, അങ്ങനെ 2 ബുക്കുകൾ സാറിൻ്റെതായിട്ടുണ്ട്. അപ്പൊ സാറിന്റെ ആ ഒരു ചാനലിനെ കുറിച്ചും ആ പ്രവർത്തന മേഖലകളെ കുറിച്ചും ഒന്ന് പറയാമോ? ശരിക്കും ഈ കോവിഡുമായി ബന്ധപ്പെട്ടും പിന്നീട് ശബരിമലയിൽ ഒരു ആചാരവുമായി ബന്ധപ്പെട്ട ഒരു വലിയ മുന്നേറ്റം ഒക്കെ ഉണ്ടായപ്പോഴാണ്, ഭാരതത്തിൻ്റെ സംസ്കൃതിയുടെ തലസ്ഥാനമാണ് ശബരിമല. അപ്പോൾ അങ്ങനെയാണ് ഞാനും എൻ്റെ സഹോദരി പ്രൊഫസർ ഇന്ദു KS, ഞങ്ങൾ 2 പേരും ഇൻഡിപെൻഡൻ്റായി ഞങ്ങളുടെ മേഖലകൾ ഏതാണ്ട് സംസ്കൃതിയുമായി ബന്ധപ്പെട്ട് നടത്തിക്കൊണ്ടിരുന്നവരാണ്, പ്രഭാഷണങ്ങളും ക്ലാസ്സുകളുമൊക്കെ. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കണം എന്ന് തീരുമാനിക്കുകയും അങ്ങനെ സുഭാഷിതം നമുക്ക് എഴുതേണ്ടതുണ്ട്. കോവിഡ് അടച്ചിരിക്കുകയാണല്ലോ എല്ലാവരും. അങ്ങനെ ഓരോ വിഷയത്തെക്കുറിച്ച് ഞങ്ങൾ എഴുതി തുടങ്ങി. അത് ആളുകളൊക്കെ ഏറ്റെടുത്തപ്പോൾ ഇതിനൊരു വലിയ സ്വീകാര്യതയുണ്ടായി. അപ്പോഴാണ് നമ്മളതൊരു പുസ്തകമാക്കാം എന്ന് തീരുമാനിക്കുകയും വിചാര ലഹരി എന്ന് പറഞ്ഞിട്ട് ഒരു പുസ്തകം അത് പ്രകാശനം ചെയ്തു. പെരുമ്പടവം ശ്രീധരൻ സാറാണ് അത് പ്രകാശനം ചെയ്തത്. നമ്മുടെ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറായിരുന്ന VN രാജശേഖരപിള്ള സാറാണ് അത് ഏറ്റുവാങ്ങിയത്. അതിനുശേഷം പിന്നീട് സംസ്കൃതിയുടെ സുഭാഷിതങ്ങൾ എന്ന് പറഞ്ഞ് എഴുതിയിട്ടുള്ളത് കമ്പൈൽ ചെയ്തിട്ടാണ് സംസ്കൃതിയുടെ സുഭാഷിതങ്ങൾ എന്ന് പറഞ്ഞിട്ട് നമ്മൾ 2ാമത്തെ പുസ്തകം ഇറക്കുന്നത്. അതിൻ്റെ അവതാരിക എഴുതിയിട്ടുള്ളത് ചിദാനന്ദപുരി സ്വാമിയാണ്. ആദ്യത്തതിൻ്റെ അവതാരിക എഴുതിയിട്ടുള്ളത് വെളിയനാട് ചിന്മയ മിഷൻ്റെ ശാരദാനന്ദ സരസ്വതി സ്വാമികളാണ്. അപ്പോൾ അതൊക്കെ ഞങ്ങളെ സംബന്ധിച്ച് വലിയൊരു അനുഗ്രഹമായിരുന്നു. പിന്നീട് ചാനൽ എന്ന് പറയുന്നത് ഒരു യൂട്യൂബ് ചാനൽ എന്ന് പറയുന്നത് ആരംഭിക്കുകയും ഞങ്ങളുടെ 2 പേരുടെയും കുട്ടികളായിരുന്നു അതിൻ്റെ ടെക്നീഷ്യൻസ് എല്ലാം. മൊബൈലിലൂടെയാണ് ആ വീഡിയോകളെല്ലാം ഞങ്ങൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു പ്രൊഫഷണൽ എന്ന നിലയിലല്ല, ഞങ്ങൾ കണ്ടന്റിനെ കുറിച്ചാണ് കൂടുതൽ നോക്കിയിരുന്നത്, പുറം മോഡുകളെ കുറിച്ച് അങ്ങനെ നോക്കിയിരുന്നില്ല. ഞങ്ങൾക്ക് അതിനുള്ള സാവകാശവും ഉണ്ടായിരുന്നില്ല. അങ്ങനെ കുട്ടികൾ ഷൂട്ട് ചെയ്യും, അവരൊക്കെ എഡിറ്റ് ചെയ്യും, ഞങ്ങളും കുറച്ചൊക്കെ എഡിറ്റിംഗ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു 150-ലധികം വീഡിയോകൾ അതിനകത്ത് ഞങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഭാരതീയ സംസ്കൃതിയുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. പിന്നെ ഞങ്ങൾ പോകുന്ന സ്ഥലങ്ങളിലൊക്കെ ഇപ്പോൾ എല്ലാം ലൈവ് ഉണ്ട്. അപ്പോൾ അവിടെ നിന്നൊക്കെ കിട്ടുന്ന വീഡിയോകൾ ഞങ്ങൾ കുറച്ചൊക്കെ അതിനകത്ത് അപ്ലോഡ് ചെയ്യും. സജീവമായി റിട്ടയർമെൻറ്റിന് ശേഷം സംസ്കൃതിയെ ഒന്ന് കൂടുതൽ സജീവമാക്കണം, സമ്പന്നമാക്കണം എന്ന് ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. ഇപ്പോൾ ചെല്ലുന്നിടത്തൊക്കെ നമ്മളെ സംബന്ധിച്ച് സംസ്കൃതി, ഇപ്പോൾ രാധിജ പറഞ്ഞതുപോലെ തന്നെ ആ സുഭാഷിതം എന്ന് പറയുന്നത് വായിക്കുന്ന ധാരാളം ആളുകൾ, ഞാൻ എവിടെ ചെന്നാലും അല്ലെങ്കിൽ ഇന്ദു എവിടെ ചെന്നാലും പറയാം ഞങ്ങൾ വായിക്കാറുണ്ട് കേട്ടോ, നല്ലതാണ്. അപ്പോൾ എന്താണ് അതിൻ്റെ നേട്ടം എന്ന് ചോദിച്ചാൽ നമുക്ക് ഈ സമൂഹത്തിന് കൊടുക്കാൻ പറ്റുന്നത് അതാണ്. നമുക്കറിയുന്നതെല്ലാം ഒരു കാലഘട്ടം, ഇപ്പോൾ ഗാർഹസ്ഥ്യം, ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം. വാനപ്രസ്ഥം എന്ന് പറയുമ്പോൾ അതുവരെ നാം ആർജിച്ചിട്ടുള്ള എല്ലാ അറിവുകളും സമർത്ഥമായി ആളുകൾക്ക് കൊടുക്കുക എന്നുള്ളതാണ്. നമ്മുടെ ഗുരുക്കന്മാരെല്ലാം ചെയ്തിട്ടുള്ളത് അങ്ങനെയാണ്. ഈ അവതാരങ്ങളൊക്കെ ഓരോ അവതാരം അടുത്ത അവതാരം വരുമ്പോൾ അനുഗ്രഹിച്ചിട്ടാണ് മാറുക.
അതുവരെ ആർജിച്ചെടുത്ത് എല്ലാം അനുഗ്രഹമായി നൽകിക്കൊണ്ട് സന്തോഷത്തോടെ വഴിമാറി കൊടുത്തവരാണ് അവതാരങ്ങളെല്ലാം എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഇതുവരെ നാം മനസ്സിലാക്കിയിട്ടുള്ള നല്ല കാര്യങ്ങളെല്ലാം നന്നായി പറയുകയും സ്നേഹത്തോടുകൂടി ഒരുമയോടുകൂടി ഒരു സമൂഹം നിലനിൽക്കുകയും ചെയ്താൽ ആനന്ദലോകം. ഞാനിപ്പോൾ ഏറ്റവും അവസാനം നമ്മുടെ ആദരണീയനായ പരിസ്ഥിതി പ്രവർത്തകൻ 40-45 വർഷമായി ആ മേഖലയിൽ നിൽക്കുന്ന KV ദയാൽ സാറാണ്. ദയാൽ സാറിൻ്റെ വാനപ്രസ്ഥം എന്ന് പറയുന്ന ഒരു കോഴ്സ് ഞാനിപ്പോൾ ഒരു മാസം മുമ്പ് കംപ്ലീറ്റ് ചെയ്തു. അതിലെ ഒരു സ്വപ്നം എന്ന് പറയുന്നത് ആനന്ദലോക സൃഷ്ടിയാണ്. എല്ലാവരും ആഗ്രഹിക്കുന്നത് എന്താ? സന്തോഷത്തോടുകൂടി സമാധാനത്തോടുകൂടി നമ്മുടെ കുട്ടികളെയും നമ്മുടെ കൂട്ടുകാരും സുഹൃത്തുക്കളും ഒക്കെ ആയി കഴിഞ്ഞുകൂടുക എന്നുള്ളതാണ്. അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ കാൽവയ്പ്, ഒരു ആദ്യ ചുവട്, അതാണ് ഈ സംസ്കൃതി എന്നതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. എല്ലാവരെയും അംഗീകരിച്ചുകൊണ്ട് എല്ലാവരെയും ഭാരതത്തിൻ്റെ പ്രത്യേകത അതാ. നമ്മൾ ഇതിനെ അപമാനിക്കുന്നവരെയും അപഹസിക്കുന്നവരെയും ചേർത്ത് നിർത്തുകയാണ്, ഒരാളെയും തള്ളിക്കളയുന്നില്ല. അത് ഈ സംസ്കൃതിയുടെ ഈ നാടിൻ്റെ പ്രത്യേകതയാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു ചെറിയ പ്രവർത്തനങ്ങൾ എന്ന് മാത്രമേ ഈ സംസ്കൃതി ആയിട്ട് ചെയ്യാനുള്ളൂ. ധാരാളം പ്രഭാഷണങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഭാഗവത സത്രവും അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സാംസ്കാരിക സാമുദായിക സംഘടനകളുടെയൊക്കെ കൂട്ടായ്മകളിൽ, കുടുംബ സംഗമങ്ങളിൽ, സർവകലാശാലകളിൽ, കോളേജുകളിൽ ഒക്കെ നമുക്ക് അവസരങ്ങൾ കിട്ടുന്നിടത്തെല്ലാം ഈ നാടിൻ്റെ നന്മ പറയുക എന്നുള്ളത് നമ്മുടെ ഒരു ദൗത്യമാക്കി, സംസ്കൃതിയുടെ നന്മകൾ പറയാൻ പറ്റുന്നിടത്തെല്ലാം പറയുക എന്നുള്ളത് നമ്മളൊരു ദൗത്യമാക്കിയാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സാറ് ക്ലാസ് ടീച്ചറായിട്ട്, ഞങ്ങൾ സെക്കൻഡ് ബാച്ച് അല്ലേ? ക്ലാസ് ടീച്ചറായിട്ട് ഫസ്റ്റ് ബാച്ചാണ്. അപ്പൊ ഞങ്ങളുടെ ഒരു ബാച്ചിനെ കുറിച്ച് സാറിന് എന്താ പറയാനുള്ളത്? ഞങ്ങളെ കുറിച്ച് ഉള്ള ഒരു ഓർമ്മ. ഞാനിങ്ങനെ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഓരോ ബാച്ചിന്റെ ആലുമിനി മീറ്റ് കൂടുമ്പോൾ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ബാച്ച് നിങ്ങളായിരുന്നു എന്ന് പറയാറുണ്ട്. ഒരു അമ്മയ്ക്ക് മക്കളെ തമ്മിൽ വേർതിരിവില്ല ഇല്ലേ? എല്ലാവരും ഒരുപോലാണ്. എന്നെ സംബന്ധിച്ചും അങ്ങനെ തന്നെയാണ്. പക്ഷേ നിങ്ങൾ എനിക്ക് കുറച്ച് പ്രിയപ്പെട്ടതാണ്. കാരണം ഒരു ക്ലാസ് അധ്യാപകൻ എന്ന നിലയിൽ ആദ്യമായി ഒരു 50 കുട്ടികളെ വിശ്വഭാരതി വിശ്വസിച്ച് എന്നെ ഏൽപ്പിച്ചത് നിങ്ങളാണ്. അപ്പം അതുകൊണ്ട് ഒരു വിഷയം വന്ന് പഠിപ്പിച്ചിട്ട് പോകുന്ന അധ്യാപകൻ എന്നതിനപ്പുറം ഒരു ക്ലാസ് ചാർജ് ഉള്ള അധ്യാപകൻ എന്ന് പറയുമ്പോൾ കുറെ കൂടി ഉത്തരവാദിത്തങ്ങളുണ്ട്. ആ ക്ലാസ്സിലെ ഓരോ കുട്ടികളുടെയും എല്ലാ പ്രവർത്തനങ്ങളും ആ ക്ലാസ് അധ്യാപകനുമായി ബന്ധപ്പെട്ടാണ് നിൽക്കുക. വിശ്വഭാരതിയിൽ ക്ലാസ് അധ്യാപകൻ എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും ഒരു കൂട്ടായ്മയുണ്ട്. പക്ഷെ എങ്കിൽ പോലും ഒരു കുറച്ചുകൂടി ഉത്തരവാദിത്വം, ഒരു ആഡഡ് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അങ്ങനെ നോക്കുമ്പോൾ എനിക്കൊരു ഭയവും ഒക്കെ തുടക്കത്തിലുണ്ടായിരുന്നു. ഈ അറ്റൻഡൻസ് രജിസ്റ്റർ ഏറ്റുവാങ്ങിയിട്ട് ഇതും കൊണ്ട് വരുമ്പോൾ ദൈവമേ ഇത് എങ്ങനെയാവും എന്നുള്ളതിനെക്കുറിച്ച് എനിക്ക്, പക്ഷെ എൻ്റെ കൂടത്തിലുണ്ടായിരുന്ന സഹപ്രവർത്തകരെല്ലാം ആത്മവിശ്വാസം നൽകുന്നവരായിരുന്നു, എന്നോട് ചേർന്ന് നിൽക്കുന്നവരായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഭയം എനിക്ക് വളരെ പെട്ടെന്ന് ഇല്ലാതായി. കുട്ടികളുടെ അടുത്തേക്ക് വന്നപ്പോൾ എനിക്കൊന്നും പേടിക്കാനില്ലാതായി. അപ്പോൾ എന്നോട് നിങ്ങളുടെ ബാച്ചിലെ കുട്ടികൾ എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒന്നിനൊന്നിന്. അപ്പോൾ ആ ക്ലാസ്സിൽ പഠിച്ച എൻ്റെ ലീഡറായിരുന്ന അശ്വതി ജയദേവൻ എൻ്റെ കൂടെ അധ്യാപികയായി ജോലി ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിനപ്പുറത്ത് എന്താ പറയാതിരിക്കുന്നത്? ഓരോരുത്തരും, ഞാൻ എല്ലാവരുടെയും പേര് പറഞ്ഞാൽ ഈ ചാനലിൽ മണിക്കൂറുകൾ എടുക്കും. എങ്കിൽ പോലും എനിക്ക് വളരെ പ്രിയപ്പെട്ട, ഞാൻ ഓരോരുത്തരെയും ഓർക്കുന്നു. ഈ അടുത്ത നാളിൽ നമ്മൾ നമ്മുടെ ജൂബിലിയുമായി ബന്ധപ്പെട്ടിട്ട് കൂടുകയുണ്ടായിരുന്നു. അപ്പോൾ ഓരോ കുട്ടികളെയും ഞാൻ ഓർക്കുന്നു. എല്ലാവരും എന്നോട് ചേർന്ന് നിന്ന് ആ സ്നേഹം പങ്കുവയ്ക്കുമ്പോൾ വലിയ അഭിമാനം തോന്നുന്നു. അപ്പോൾ ആദ്യത്തെ ബാച്ച് എന്ന് പറയുന്നത് വളരെ പ്രിയപ്പെട്ടതാണ്. ഒരു ക്ലാസ് അധ്യാപകനായി ആദ്യമായി നിങ്ങളുടെ അടുത്ത് വരുന്നു എന്ന് പറയുന്നത് എനിക്ക് വളരെ പ്രിയപ്പെട്ടതാണ്. ഒരു പ്രശ്നവും എനിക്കില്ലായിരുന്നു. ആ 2 വർഷവും ഞാൻ ശരിക്കും ഒരു അധ്യാപകൻ എന്ന നിലയിൽ എൻ്റെ രൂപപ്പെടലിന് അടിത്തറയിട്ടത് നിങ്ങളായിരുന്നു എന്ന് പറയുന്നതിൽ അഭിമാനമുണ്ട്. കാരണം നിങ്ങൾ അങ്ങനെയാണ് എന്നോട് സഹകരിച്ചിട്ടുള്ളത്. എൻ്റെ മനസ്സ് വായിച്ചറിയാൻ പറ്റുന്നവരായിരുന്നു നിങ്ങൾ ഓരോരുത്തരും എന്ന്. ക്ലാസ്സിൽ ഞാൻ വരാതെ തന്നെ ആ ക്ലാസ് നിശബ്ദമായി സൈലൻ്റായി എത്ര പീരീഡ് ഞാൻ ഇരുന്നിട്ടുണ്ട് എന്നുള്ളത് ഇന്നൊക്കെ അത് ചിന്തിക്കാൻ പറ്റുമെന്ന് എനിക്കറിയും. അപ്പോൾ എന്നെ വിശ്വസിക്കുകയും എന്നോട് ചേർന്ന് നിൽക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായും ആ ക്ലാസ്സിനോട് എനിക്ക് വളരെ പ്രിയമുണ്ട്, സ്നേഹമുണ്ട്. എൻ്റെ രൂപപ്പെടലിൽ 2001-2003 ബാച്ചിലെ നിങ്ങൾ ഓരോരുത്തരും നിർണായകമായ സംഭാവനകൾ നൽകിയിട്ടുമുണ്ട് എന്നുള്ളത് പറയാതെ വയ്യ. വാചാലനായി തുടങ്ങിയാൽ ഒരുപാട് നമുക്കിങ്ങനെ കേട്ടിരിക്കാൻ, എത്ര നേരം വേണേലും കേട്ടിരിക്കാനായിട്ട് വളരെ രസകരമായ രീതിയിൽ കാര്യങ്ങൾ അന്നും ഇന്നും പറഞ്ഞു തരുന്ന ഒരാളാണ് വേണു സാർ എന്ന് പറയുന്നത്. അപ്പം സാറിൻ്റെ വിശേഷങ്ങൾ ഇവിടെ തീരുന്നില്ല. ഇനിയും ഒരുപാട് വിശേഷങ്ങളും ഒരുപാട് നല്ല എന്താ പറയുക സച്ചിന്തകളും. ഒരിക്കലും സാർ നേരത്തെ എന്താ പറയുക സംസ്കൃതിയുടെ സുഭാഷിതത്തെ കുറിച്ച് പറയേണ്ടായി. പക്ഷെ അത് എന്ന് പറഞ്ഞാൽ സാറ് ഒരിക്കലും ഒരു
പ്രത്യേകിച്ച് ഒരു കാറ്റഗറിയോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും സ്പെസിഫൈ ചെയ്തല്ല അത് സംസാരിക്കുക. ജനറൽ ആയിട്ടുള്ള ടോപ്പിക്കുകളെ കുറിച്ച് വളരെ നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ, വളരെ രസകരമായ രീതിയിൽ എത്ര സമയം വേണമെങ്കിലും സംസാരിക്കാൻ കേപ്പബിൾ ആയിട്ടുള്ള ഒരാളാണ് സാർ. അപ്പം ഇത് ഇവിടെ ഞാൻ എൻഡ് ചെയ്യിക്കാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ഈ ഒരു സെഷൻ ഇവിടെ ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പം സാറിനെ കാണാൻ സാധിച്ചതിലും ഇത്രയും സമയം സാറിന്റെ ഒപ്പം ഇങ്ങനെ ഇരിക്കാൻ സാധിച്ചതിലും ഒരുപാട് സന്തോഷം. തീർച്ചയായും എനിക്കും എൻ്റെ ഒരു വിദ്യാർത്ഥി, എൻ്റെ ഒരു മകൾ 2001, 2003 കാലഘട്ടത്തിലെ ഒരു കൊച്ചു പെൺകുട്ടി വളർന്ന് ഉയർന്ന് മലയാളം അതിൻ്റെ എല്ലാ ഒരു സമ്പന്നതയോടുകൂടി എത്ര സ്ഫുടമായി, എത്ര ആശയവ്യക്തമായി, എത്ര സുതാര്യമായി, എത്ര ലാഘവത്തോടെ, എത്ര ലളിതമായി ഒരു ആശയവിനിമയം നടത്താനും ഈ തരത്തിലേക്ക് വളരാനും സാധിച്ചു എന്ന് പറയുന്നത് ഈ നാടിൻ്റെ ഭാവി ആശങ്കയിലല്ല എന്നുള്ളത് ഒരിക്കൽ കൂടി തെളിയിക്കുകയാണ്. നമ്മുടെ കുട്ടികളെല്ലാം ഇത്തരത്തിൽ അവരുടെ പാഷൻ എന്താണോ അത് കണ്ടെത്താനും അതിലൂടെ അവർക്കും അവരെ ചുറ്റിപ്പറ്റിയുള്ള സമൂഹത്തിനും നന്മയും ഐശ്വര്യവും വളർച്ചയും ഉണ്ടാവാൻ പ്രവർത്തിക്കുകയും ചെയ്യുന്നത് കാണുമ്പോൾ അധ്യാപകരെന്ന നിലയിൽ തീർച്ചയായും വിശ്വഭാരതിയിലെ അധ്യാപകൻ എന്ന നിലയിൽ എൻ്റെ വിശ്വഭാരതിയിലെ മുഴുവൻ അധ്യാപകരുടെയും ഒരു നേട്ടമായി ഞാനിതിനെ കാണുകയാണ്. ആ സരസ്വതി ക്ഷേത്രത്തിൻ്റെ ഒരു ഐശ്വര്യമായി ഞാനിത് കാണുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട രാധിജയോടൊപ്പം ഇത്രയും സമയം ചെലവ് ചെയ്യാൻ പറ്റിയതിൽ, ഒരുമിച്ചിരിക്കാൻ പറ്റിയതിൽ, ഇത്രയും കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റിയതിലുള്ള സന്തോഷം അറിയിക്കുന്നു. രാധിജയ്ക്ക് എല്ലാവിധ ആശംസകളും ഈ ചാനലിൻ്റെ കൂടുതൽ ഉയരങ്ങളിലേക്ക് രാധിജയ്ക്ക് എത്താൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകളും. അതുപോലെ തന്നെ ഇതിൻ്റെ ക്യാമറാമാനായിട്ട് പ്രവർത്തിക്കുന്ന ശ്രീ രാജേഷ്, ഒരു ടീമായിട്ട് നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ടെക്നോളജി എന്ന് പറയുന്നത് നമുക്ക് അതറിയുന്ന ആളുകളോടൊപ്പം ചേർന്ന് നിന്ന് ചെയ്യാൻ പറ്റും. അപ്പോൾ തീർച്ചയായും അങ്ങനെ ഒരു ടീം ശ്രീ രാജേഷ് വളരെ നിസ്വാർത്ഥമായി ആ കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളത് ഞാൻ ആ വീഡിയോകൾ കാണുമ്പോൾ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ രാജേഷിനും എല്ലാ ആശംസകളും. എല്ലാവർക്കും, എൻ്റെ എല്ലാ വിദ്യാർത്ഥികൾക്കും എല്ലാ നന്മകളും ഉണ്ടാവട്ടെ. ഭാരതം വിശ്വഗുരുവായി മാറാൻ നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം.